Cat 1-2, moderate to heavy precipitation. Proceed with naval. Boy. When you feel it tap, that means it's safe for the go. അതെ എന്തോ സിമ്പിൾ പാരച്യൂട്ട് വല്ലതും ഉണ്ടെങ്കിൽ കൊടുക്കേ. ആരും കുത്തി പിടിക്കാൻ അത്ര എളുപ്പമല്ല കേട്ടോ. ഞാൻ പോയിട്ട് വന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പറയാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കൺസോൾ. ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ആദർശാണ്. ആദർശ് ഇപ്പോൾ നാട്ടിൽ നിന്ന് ഒരു 3-4 ദിവസത്തെ പാക്കേജ് ട്രിപ്പുമായിട്ടാണ് ദുബായിലേക്ക് വന്നത്. അപ്പം ആദർശ്, എന്തുകൊണ്ട് നീ ഈ ഒരു ട്രിപ്പിൽ സ്കൈ ഡൈവ് തിരഞ്ഞെടുത്തു? ദുബായിൽ ഒരു ട്രിപ്പ് വരണമെന്നുള്ള ആഗ്രഹം സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഉള്ളതാണ്, ഒരു സ്കൈ ഡൈവ് ചെയ്യണമെന്നുള്ളത്. ഇപ്പോഴാണ് അതിന് ചാൻസ് കിട്ടിയത്. ഒരു ഫാമിലി ട്രിപ്പ് അറേഞ്ച് ചെയ്ത ആ സ്പോട്ടിൽ തന്നെ ഞാൻ ആക്ച്വലി ഇതിനെക്കുറിച്ച് ആലോചിച്ചു, അത് ബുക്ക് ചെയ്തു. അതിന് സൈറ്റിൻ്റെ എല്ലാ സഹകരണങ്ങളും ഉണ്ടായിരുന്നു. ആദ്യമേ ഇവൻ പറഞ്ഞത് എടാ നമുക്ക് 2 പേർ കൂടെ ഒന്ന് പോവാം എന്നുള്ളതാണ്. പക്ഷെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല, ഇവൻ മാത്രമാണ് ചാടാൻ പോകുന്നത്. പേടിയുണ്ടോ? സത്യം പറ. പേടിയുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല, പേടിയുണ്ട്. ദുബായ് 2 സ്ഥലത്തുണ്ട് സ്കൈ ഡൈവ്. ഒന്ന് ഇവിടെ പാമിലും ഉണ്ട്, പിന്നെ ഡെസേർട്ടിലും ഉണ്ട്. എന്തുകൊണ്ട് ഇവിടെ പാമിലെടുത്തു? മെയിൻലി എടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വ്യൂ തന്നെയാണ്. ഡെസേർട്ട് ഏരിയയിൽ ആക്ച്വലി പ്രത്യേകിച്ച് വ്യൂ ഒന്നുമില്ല. ഫാം ഏരിയ ആകുമ്പോൾ ആ മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂ അതും കൂടെ എക്സ്പീരിയൻസ് തന്നെയാണ്. ആക്ച്വലി കുറച്ച് റേറ്റ് കൂടുതലാണ്, പോലും ബെറ്റർ ഇതാണെന്ന് തോന്നിയുകൊണ്ടാണ് എടുത്തത്. നാട്ടിൽ നിന്നാണോ ഇവിടെ നിന്നാണോ ബുക്ക് ചെയ്തത്? ഇവിടെ നിന്നാണ് ബുക്ക് ചെയ്തത്. ഏകദേശം എത്ര രൂപയായി നാട്ടിലത്തെ? ഒരു 65. അപ്പോൾ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്, എനിക്കും ഇഷ്ടമൊക്കെയാണ്. പക്ഷെ അങ്ങ് ഹൈക്കമാൻഡിൽ നിന്ന് നമുക്കൊരു പെർമിഷൻ വേണം. ഹൈക്കമാൻഡിൽ നിന്ന് പെർമിഷൻ എടുക്കാതെയാണ് വന്നത്. അടിപൊളി, ഇത് കാണുമ്പോൾ അടിപൊളിയായിരിക്കും. ഇപ്പം ഇവിടെ വന്നിട്ട് എന്തായിരുന്നു ഒരു എക്സ്പീരിയൻസ്? എല്ലാം വളരെ സ്മൂത്ത് ആയിരുന്നു. പ്രത്യേകിച്ച് പ്രൊസീജിയർ വലിയ ഇതായിട്ടില്ല. ഒന്ന്, നമ്മളൊരു ഡിജിറ്റൽ സൈൻ ചെയ്യണം. അത് നമുക്ക് പ്രയർ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാം. എല്ലായിടത്തും ടാബ് അവൈലബിൾ ആണ്. ജസ്റ്റ് സൈൻ ചെയ്യുക, ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുക, സൈൻ ചെയ്യുക. പിന്നെ ഒരു സാധനം തന്നല്ലോ, നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പം ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സാധനം തരത്തില്ലേ? അതുപോലെ തന്നെ ഇത് 48 എന്ന് എഴുതിയിരിക്കുന്നത്. അതെന്നതാ? നമ്മൾ നമ്പറാണെന്ന് തോന്നുന്നു, ചേഞ്ച് ആവുന്നില്ല. ഇതെന്തായാലും നമ്മളെ വിളിക്കുന്ന സമയത്ത് ഇത് ചിലപ്പം അലേർട്ട് ചെയ്യും. ബുക്ക് ചെയ്യുമ്പോൾ ഒരു ടൈം അലോട്ട് ചെയ്ത് കിട്ടും. ആ ഒരു ടൈമിൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യാം. ഓൾമോസ്റ്റ് ഒരു 41 അവർ വെയിറ്റിംഗ് ടൈം കാണും. അത് കഴിയുമ്പോൾ അവർ വിളിക്കും. പിന്നീട് കുറച്ച് പ്രൊസീജിയറുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, എന്തായാലും അത് കഴിഞ്ഞിട്ട് ആദർശിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം. ഇത് വർത്താണോ ബാക്കിയുള്ള കാര്യങ്ങൾ? എന്തായാലും അകത്തേക്ക് പോകാം അല്ലേ? ഇപ്പോൾ നമ്മൾ കാണുന്നത് ആദർശിനെ പാരച്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന ബെൽറ്റും സംഭവമൊക്കെ ഘടിപ്പിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ ആളിന് ബേസിക് ആയിട്ടൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുക എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. കുറേ പാട് പെടും. എന്തായി? റിലാക്സ് കുത്തി പിടിക്കാൻ അത്ര എളുപ്പമല്ല കേട്ടോ. അല്ല, അതിനിപ്പോൾ എന്താ ചെയ്തെന്ന്? എക്സൈറ്റഡ് ആണ്, നല്ല രീതിയിൽ പോകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, തിരിച്ചു വരുമ്പോൾ കാണാം. എൻ്റെ ഷൂ ആണ്. ഒരു ഷൂ പോലും ഇല്ലാതെ. അല്ല, നമുക്കറിയത്തില്ലായിരുന്നു ഷൂ വേണമെന്ന്. അല്ലെങ്കിൽ ആ പ്ലാനൊക്കെ ആയിട്ട് വരത്തില്ല. ഇവിടെ വന്നപ്പോഴറിയുന്നത് ഷൂ എന്തൊക്കെ അവർ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഷൂ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ അവൻ്റെ ഷൂ എനിക്കും എൻ്റെ ഷൂവിനൊരു ഭാഗ്യമുണ്ട്, പോയി ഫ്ലൈ ചെയ്തിട്ട് വരാം. ഇതൊക്കെയാണെങ്കിലും ചെറിയ ടെൻഷനൊക്കെ കയറുന്നുണ്ട്. സിമ്പിൾ, ഇത്രയും പേര് പോകുന്നുണ്ട്. ഓക്കെ, ഞാൻ പോയിട്ട് വന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പറയാം. ഓക്കെ, താങ്ക് യു. ആദർശ് പോകുന്ന ഫ്ലൈറ്റാണിത്. ഞാനിവിടെ നമ്മുടെ ഫോണിൽ
മാക്സിമം സൂമിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Yeah, very good. It was awesome. ലാൻഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈഫ് ടൈം ഒരിക്കലെങ്കിലും ട്രൈ ആവുന്ന മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ആണോ? വർത്താണ്. എത്ര നേരം എടുത്ത് താഴത്തെ? ഒരു 3-4 മിനിറ്റ്സ് അത്രേ ഉള്ളൂ. മുകളിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഫ്രീ ഫോൾ ഉണ്ടല്ലോ, അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ? മുഖത്ത് കാറ്റടിക്കുന്നത്? അത് നമുക്കൊരു ഗ്ലാസ് തരും, അത് ജസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് തരും. അത് ആ ഫ്രീ ഫോളിന്റെ ടൈമിൽ മാത്രം വെക്കും, അത് കഴിയുമ്പോൾ അത് റിമൂവ് ചെയ്യും. അവരതിന്റെ വീഡിയോസ് ഒക്കെ എല്ലാം എടുത്തിട്ടുണ്ട്. ട്രെയിനിങ് എന്ന് പറയാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് ചാട സമയത്ത് ഹോൾഡ് ചെയ്യുക, അവർ ടാപ്പ് ചെയ്ത് റിലീസ് ചെയ്യുക, പിന്നെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് കാല് ജസ്റ്റ് ഹൈറ്റിൽ വെക്കുക. തണുപ്പ് അങ്ങനെ എന്തെങ്കിലും? തണുപ്പ് മുകളിൽ നല്ല തണുപ്പാണ്, നല്ല തണുപ്പാണ്. അത് എനിക്ക് മൂക്കൊക്കെ അടഞ്ഞ് ജസ്റ്റ് നമുക്ക് ആ ഒരു ചാടുന്ന സമയത്ത് ഒരു ചെറിയൊരു ശ്വാസത്തിന്റെ ആ മൂക്കിൽ നല്ല അടവ് വരുന്നുണ്ട്. തണുപ്പ് എനിക്ക് ഒന്നാമത് തണുപ്പിന്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ്. അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല, വേറെ പേടിക്കാനൊന്നുമില്ല. ജസ്റ്റ് എല്ലാ കാര്യങ്ങളും അവർ നോക്കിക്കോളും. നമുക്ക് ആകെ ഈ ഒരു 3 കാര്യങ്ങൾ നോക്കിയാൽ മതി. ആണല്ലേ? അടിപൊളി. അപ്പൊ എന്തായാലും സ്കൈ ഡൈവ് ഇഷ്ടപ്പെട്ടു. അപ്പം ആദർശ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും ദുബായിൽ വന്ന് ഇവിടെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ സ്കൈ ഡൈവും കൂടെ ഒന്ന് ചെയ്തിട്ട് പോകുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഇവിടെ വരുവാണെങ്കിൽ സ്കൈ ഡൈവ് എക്സ്പീരിയൻസ് ചെയ്യാം. ഇവിടെ നേരെ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ബുക്ക് ചെയ്യാം. ഇപ്പം ഇൻ കേസ് എന്തെങ്കിലും ഒരു കാരണവശാൽ ഇവിടെ വെതറിൻ്റെ ഇത് വെച്ചിട്ടെങ്ങാനും ഇത് ക്യാൻസലായി പോവുകയാണെങ്കിൽ റീഫണ്ട് കിട്ടും അല്ലേ? അല്ലാതെ നമ്മളുടെ മിസ്റ്റേക്ക് കൊണ്ട് ക്യാൻസലായി പോവുകയാണെങ്കിൽ 5 പൈസ തിരിച്ചു കിട്ടത്തില്ല. നമുക്കുള്ള എന്തെങ്കിലും മെഡിക്കൽ സിറ്റുവേഷൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് പൈസ പോകും. അപ്പം എന്തായാലും അത് പൈസ പോവില്ല. 1 വർഷം വരെ വാലിഡിറ്റി ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ റീഷെഡ്യൂൾ ചെയ്ത് തരും. റീഷെഡ്യൂൾ നമ്മളൊക്കെ വിസ്റ്റിങ്ങിൽ വരുന്നതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് വീണ്ടും ഒന്നുകൂടെ വരേണ്ടി വരും. അതെ. ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഈസ് സജിത്ത് ആൻഡ് ആദർശ് സൈനിങ് ഓഫ്. ബൈ.